തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവി വിലയിരുത്താൻ CPI-CPIM നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി യോഗങ്ങളും CPI സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളുമാണ് ചേരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കവർച്ചയും ആഗോള അയ്യപ്പ സംഗമവും തിരിച്ചടിയായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം യോഗങ്ങൾക്ക് മുൻപ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നിവർ ചർച്ച നടത്തി. ബിനോയ് ചേരുന്നു. വിവരങ്ങളുമായി ബിനോയ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസം ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു. ഒപ്പം നൽകിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, ക്ഷേമനിധികൾ, ഇത്തരത്തിലുള്ള ഈ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ തുണയാകും എന്ന് തന്നെ കരുതിയിരുന്നു. അതേസമയം പിന്നീട് മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കേരള കോൺഗ്രസ് എമ്മുമായിട്ടുള്ള ആ ഒരു ലയനം അത്രത്തോളം പ്രാക്ടിക്കലായില്ല, അല്ലെങ്കിൽ അത്രത്തോളം വർക്കൗട്ട് ആയില്ല കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും. ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ പ്രാഥമികമായി ശബരിമല സ്വർണ്ണക്കവർച്ച ഉണ്ട്. അതിനൊപ്പം ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളും കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും ജനയുഗം സൂചിപ്പിച്ച പോലെ ഒരു ആത്മപരിശോധനയ്ക്കും ഗതിമാറ്റത്തിനും എത്രത്തോളം പ്രാധാന്യമുണ്ട് ബിനോയ്? ഇടതുപക്ഷ പാർട്ടികൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു കനത്ത പരാജയമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ CPIM-നും CPI-ക്കും വലിയ തരത്തിലുള്ള പരാജയങ്ങൾ പല സ്ഥലങ്ങളിലായി ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. തിരുവനന്തപുരം കോർപ്പറേഷൻ, അതായത് കഴിഞ്ഞ 40-ലധികം വർഷമായി CPIM സ്വന്തമായി കൈക്കുമ്പിളിൽ കൊണ്ടു നടന്ന കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തു. അതും 50 സീറ്റുകൾ ആരുടെയും പിന്തുണയില്ലാതെ BJPക്ക് ഭരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു. ഒപ്പം 2ാം കക്ഷിയായി ഇടതുമുന്നണി മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൊല്ലത്തേക്ക് എത്തുമ്പോഴേക്ക് കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായതിനു ശേഷം ഇതുവരെ കോൺഗ്രസ്സിന് അവിടെ എത്തി നോക്കാൻ കഴിയാത്ത ഒരു കോർപ്പറേഷനായിരുന്നു അത്. കോൺഗ്രസ് പിടിച്ചെടുത്തു, UDF പിടിച്ചെടുത്തു. ഇടുക്കിയിലും കോട്ടയത്തും ഒപ്പം തന്നെ പത്തനംതിട്ടയിലുമൊക്കെ വലിയ തരത്തിലുള്ള തേരോട്ടം കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. എറണാകുളവും തൃശ്ശൂരും പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കൊരു വിജയത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു. വടക്കൻ കേരളത്തിൽ പറയാതെ വയ്യ, മലപ്പുറം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൻ വിജയം നേടി. അപ്പോൾ ഇത്തരത്തിൽ CPIM പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള ഒരു പരാജയം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി ഇപ്പോൾ അതേക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തലിനും തയ്യാറാകുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇന്നാണ് CPIM-ൻ്റെയും CPI-യുടെയും നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് അവരുടെ സംസ്ഥാന ആസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും CPIM-ൻ്റെ നേതാക്കന്മാർ വിലയിരുത്തുന്നത് സ്വർണ്ണപ്പാളി വിവാദം വലിയ തരത്തിൽ പാർട്ടിക്ക് കോട്ടമുണ്ടാക്കി എന്നുള്ളതാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ സംഘടിപ്പിച്ച അയ്യപ്പ ആഗോള സംഗമം, അത് പ്രത്യേകിച്ചും പമ്പയിൽ അത്യാഡംബരത്തോടു കൂടി സംഘടിപ്പിച്ച അയ്യപ്പ ആഗോള സംഗമം പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് വിയോജിപ്പും ഒപ്പം തന്നെ പരാജയവുമാണ് പാർട്ടിക്ക് നൽകിയത് എന്നുള്ളതാണ് വിലയിരുത്തൽ. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട അതിൽ പങ്കെടുപ്പിച്ച ആരും തന്നെ സ്പോൺസർമാരായിട്ടോ അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോ അല്ലായിരുന്നു. അതുതന്നെയായിരുന്നു ഒരു പ്രധാനപ്പെട്ട പരാജയം. മാത്രവുമല്ല, ക്ഷണിതാക്കളിൽ അധികം പേരും പാർട്ടിയിൽപ്പെട്ടവരായിരുന്നു. അയ്യപ്പ ഭക്തരെ പങ്കെടുപ്പിച്ചില്ല. വലിയ തരത്തിലൊരു പണം ചെലവാക്കിക്കൊണ്ടൊരു ആഡംബര കോൺക്ലേവ് സംഘടിപ്പിച്ചു. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വികസനത്തിനപ്പുറത്തേക്ക് അത്യാഡംബരമായ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചത് അത് വലിയ തരത്തിൽ ഒരു പാർട്ടിക്ക് വിരുദ്ധ പ്രചരണം നടത്തുവാൻ കോൺഗ്രസിന് കൃത്യമായൊരു ആയുധമായി കിട്ടി. അതോടൊപ്പം തന്നെയായിരുന്നു സ്വർണ്ണപ്പാളി വിവാദവും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും അറസ്റ്റുകളും. ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകപ്പെട്ട പാർട്ടിയുടെ മുതിർന്ന നേതാവായ പത്മകുമാർ വളരെ നേരത്തെ തന്നെ പാർട്ടിക്ക് വലിയ പിന്തുണ നൽകുകയും പാർട്ടിയോടൊപ്പം നിൽക്കുകയും ശബരിമല സന്നിധാനത്ത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടികൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് കൂടെ നിൽക്കുകയും ചെയ്ത വാസു, ഇവരെല്ലാം തന്നെ പാർട്ടിയുടെ സജീവ പ്രവർത്തകരും നേതാക്കന്മാരുമാണ്. ഇവരെ ഒന്നും തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ പാർട്ടി ഇപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നീക്കം. മാത്രവുമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന സെൻസേഷണലായ വിഷയങ്ങൾ. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ശബരിമല വിഷയത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ UDF-ന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ വിജയത്തിൻ്റെ ആക്കം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ CPIM-ൻ്റെയും CPI-യുടെയും വിലയിരുത്തൽ. അതിന് ധരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതൊരു വലിയൊരു പരാജയ കാരണമായി തന്നെ വിലയിരുത്തപ്പെടുന്നു.
ആയിരുന്നു ഇത്തരത്തിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് CPM നേരത്തെ തന്നെ അവരുടെ യോഗങ്ങളിലും ചർച്ചകളിലുമൊക്കെ പറഞ്ഞിരുന്നു. ഇവർ പ്രതീക്ഷിച്ചിരുന്നത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുക വഴി NSSനെയും SNDPയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ വലിയ തരത്തിലുള്ള പിന്തുണ കിട്ടുമെന്നായിരുന്നു. പക്ഷേ ആ പിന്തുണ എങ്ങും കിട്ടിയില്ല എന്ന് മാത്രമല്ല, കനത്ത പരാജയമായി. മാത്രവുമല്ല, തലസ്ഥാനം BJPക്കൊപ്പം നിൽക്കുകയും ചെയ്തു. ആഗോള അയ്യപ്പ സംഗമത്തെയും സ്വർണ്ണപ്പാളി വിവാദത്തെയും വളരെ ഭംഗിയായി അത് രാഷ്ട്രീയ ആയുധമാക്കിയെടുക്കുവാൻ BJPക്ക് കഴിഞ്ഞു. അവരത് വോട്ടാക്കി മാറ്റി. അതിൻ്റെ പ്രതിഫലനങ്ങൾ കൊല്ലത്തും ഒപ്പം തന്നെ മറ്റു ജില്ലകളായ കൊച്ചിയിൽ, എറണാകുളത്തും അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷനിലും തൃശ്ശൂരിലും കോഴിക്കോട്ടുമൊക്കെ അത് ഉപയോഗപ്പെടുത്തുവാൻ BJPക്ക് കഴിഞ്ഞു. ഭരണം പിടിച്ചെടുക്കാൻ UDFനും കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും പാർട്ടി ഉൾക്കൊണ്ടിരിക്കുന്ന പാഠം, താഴെത്തട്ടിൽ പോലും പാർട്ടിയുടെ അണികളുടെ ഭാഗത്ത് നിന്നും വലിയ തരത്തിലുള്ള പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി ലഭിച്ചില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു. അതാണ് ഗ്രാമീണ തലങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും പല ജില്ലകളിലും വലിയ തിരിച്ചടി പാർട്ടിക്കുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം 5 MLAമാർ പാർട്ടിക്കൊപ്പമുള്ള ഒരു ജില്ലയാണ്. ആ 5 MLAമാർ ഇടതുപക്ഷത്തിനുള്ള സ്ഥലത്ത് അവർക്ക് ജില്ലാ പഞ്ചായത്ത് നഷ്ടമായി, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ വലിയ വീഴ്ച, ഗ്രാമപഞ്ചായത്തുകൾ പോയി, ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റികൾ നഷ്ടമായി, അടൂർ നഷ്ടമായി, പത്തനംതിട്ട നഷ്ടമായി. ഒപ്പം LDFന് ആശ്വാസമായി അവകാശപ്പെടാൻ പറ്റുന്നത് BJP ഭരിച്ചിരുന്ന പന്തളം ഒപ്പം നിർത്തിയത് മാത്രമാണ്. ബാക്കിയുള്ള തിരുവല്ല ഉൾപ്പെടെയുള്ള 3 മുനിസിപ്പാലിറ്റികളും CPIMനെ കൈവിട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതുതന്നെയാണ് കോട്ടയത്ത് സംഭവിച്ചത്, ഇടുക്കിയിൽ സംഭവിച്ചത്. കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ കൃത്യമായി രാഷ്ട്രീയ നയ രൂപീകരണം ഉണ്ടാക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. അവർക്ക് ഒപ്പം നിന്ന ജോസഫ് ഗ്രൂപ്പിന് വലിയ തരത്തിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. ചോദിച്ച സീറ്റുകളെല്ലാം കേരള കോൺഗ്രസ് എമ്മിന് ഇടുക്കിയിലും കോട്ടയത്തും വാരിക്കോരി നൽകിയിട്ടും സ്വന്തം പാലായിൽ പോലും ഇപ്പോൾ അടിപതറി നിൽക്കുകയാണ് കേരള കോൺഗ്രസ് എം. ജില്ലാ പഞ്ചായത്തിൽ കോട്ടയത്ത് മാത്രം ചോദിച്ചത് 10 സീറ്റുകളാണ്. അവിടെ വിജയിച്ചത് 4 സീറ്റുകളിൽ. 180-ലധികം സീറ്റുകളാണ് ഇടുക്കിയിൽ ചോദിച്ചു വാങ്ങിച്ചത് കേരള കോൺഗ്രസ് എം, ജയിച്ചത് 40-ൽ. അങ്ങനെ നോക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും വലിയ പിന്തുണ കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കേരള കോൺഗ്രസ് എം അടിഞ്ഞ് താഴെ വലിയ തരത്തിൽ പരാജയപ്പെട്ട് താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ CPIMനും CPIക്കും കാര്യമായ പിന്തുണ ലഭിച്ചില്ല കോട്ടയം, ഇടുക്കി ജില്ലകളിൽ. പത്തനംതിട്ടയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക്, പ്രത്യേകിച്ചും ശബരിമല വിഷയം തന്നെ അവർ മുൻപന്തിയിൽ നിർത്തിക്കൊണ്ട് നടത്തിയ പോരാട്ടം കോൺഗ്രസിന് അനുകൂലമാക്കാൻ കഴിഞ്ഞു. ആലപ്പുഴയിൽ മാത്രമാണ് ചെറിയ തോതിലൊരു പിടിച്ചു നിൽപ്പിന് അവർക്ക് വഴിയൊരുങ്ങിയത്. ജില്ലാ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരവും കൊല്ലവും പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏകപക്ഷീയമായ നേട്ടം കൈവരിച്ചിരുന്ന കൊല്ലം, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തുകൾ ഇപ്പോൾ അടുത്തടുത്താണ് സീറ്റ് വ്യത്യാസം. 2ഉം 3ഉം സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് LDF അധികാരത്തിൽ വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലുമൊക്കെ അത്തരത്തിലൊരു നീക്കം. ഇത് തന്നെയാണ് മധ്യ കേരളത്തിലെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെ കൃത്യമായി പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഇത് ധരണം ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരു പുതിയ പദ്ധതി കണ്ടെത്തേണ്ടത് ഇരു പാർട്ടികളുടെയും ആവശ്യമാണ്. അതുകൊണ്ടാണ് നേതൃയോഗത്തിലേക്ക് അവർ കടന്നിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള നഷ്ടം ഇടതുമുന്നണിക്കുണ്ടായി. മാത്രവുമല്ല, തൃശ്ശൂരിൽ നിന്ന് BJP വിജയിച്ച് പാർലമെന്റിലെത്തി. ആകെ മന്ത്രി K രാധാകൃഷ്ണൻ മാത്രമാണ് വിജയിച്ചെത്തിയത്. അങ്ങനെ ഒരേ ഒരു സീറ്റിൽ മാത്രം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞ ഇടതുമുന്നണിക്ക് ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ എത്തിയപ്പോഴേക്കും വലിയ തരത്തിൽ കാലിടറിയിരിക്കുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന 3 മാസത്തിനുള്ളിൽ വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യചിഹ്നം ഇടതുമുന്നണിയുടെ മുന്നിൽ ഉയർന്നു വന്നിരുന്ന സാഹചര്യത്തിലാണ് അതിവേഗത്തിൽ മറ്റൊന്നും ആലോചിക്കാതെ നേതൃയോഗങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇവിടെ ജില്ലാ കമ്മിറ്റികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാസ്റ്റർ ക്യാമ്പയിനറായിരുന്ന മുഖ്യമന്ത്രി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ കാര്യമായി പരിഗണിക്കാതെ പ്രചരണത്തിൻ്റെ മുഖ്യ സമയവും കണ്ടെത്തിയത് എറണാകുളം മുതൽ അങ്ങ് കണ്ണൂർ വരെയുള്ള സ്ഥലങ്ങളിലായിരുന്നു. ഇവിടെ പാർട്ടി പ്രതീക്ഷിച്ചിരുന്നത് പാർട്ടി നൽകിയ ക്ഷേമ പെൻഷൻ, വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാർക്ക് നൽകിയ ആശ്വാസം അല്ലെങ്കിൽ ക്ഷാമബദ്ധകൾ,
മറ്റു തരത്തിലുള്ള ജനകീയമായ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവയൊക്കെ വോട്ടായി മാറും എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം ജനങ്ങൾ തിരസ്കരിച്ചുകൊണ്ട് കോൺഗ്രസിന് അനുകൂലമായൊരു നീക്കം നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൊണ്ട് ഇനിയും ശ്രദ്ധിക്കാതെ, ആലോചിക്കാതെ, കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാതെ, ആത്മവിശ്വാസങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള പരാജയത്തിലേക്ക് പാർട്ടി പോകും എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. മധ്യ കേരളത്തിലാണ് ഏറ്റവും വലിയ തരത്തിലുള്ള ഒരു ഭീഷണി പാർട്ടിക്കുണ്ടായിരിക്കുന്നത്. മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരും കൊച്ചിയും അവരെ കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് പോകുമ്പോഴേക്ക് വടക്കൻ കേരളത്തിൻ്റെ ഭാഗത്തെത്തുമ്പോൾ മലപ്പുറത്ത് കോൺഗ്രസും ലീഗും ചേർന്ന് തൂത്തുവാരി. കോഴിക്കോട് കോൺഗ്രസും ഒപ്പം തന്നെ കോൺഗ്രസും CPIM-ഉം അടുത്തടുത്ത് നിൽക്കുന്നു. അങ്ങനെ വയനാട്ടിലേക്ക് ചെല്ലുമ്പോൾ പരാജയം. അതുപോലെ തന്നെ കണ്ണൂരിലേക്ക് എത്തുമ്പോൾ BJP അവിടെ പല സ്ഥലങ്ങളിലും ഇതുവരെ എത്തിച്ചേരാൻ കഴിയാത്ത പല സ്ഥലങ്ങളിലും BJP അവിടെ എത്തിച്ചേർന്ന് വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ നീക്കങ്ങൾ LDF പ്രതീക്ഷന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചേർന്നപ്പോഴേക്കും അത് ഒരിക്കൽ പോലും പാർട്ടിക്ക് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അതിവേഗത്തിൽ ഇപ്പോൾ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു ഒരു ആത്മപരിശോധന അനിവാര്യമാണെന്ന്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാർട്ടി വലിയ തരത്തിൽ ഈ രണ്ടാം ഭരണവും മൂന്നാം ഭരണത്തിലേക്ക് വളരെ വേഗത്തിൽ ചുവടുവയ്ക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം പാർട്ടി ഇനി ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തരത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള ബോധ്യം ഇവർക്കുണ്ടായി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർക്കുണ്ടായി കഴിഞ്ഞു. ഇനി പാർട്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ കുലങ്കക്ഷമായി തന്നെ അവർ ആലോചിക്കുകയാണ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളിലേക്ക് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാജയ കാരണങ്ങളെക്കുറിച്ച് വലിയ തരത്തിലുള്ള ചർച്ച ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൊക്കെ തന്നെ പാർട്ടിക്കകത്ത് വിമതശല്യമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വിമതശല്യമുണ്ടായിരുന്നു. ഈ വിമതശല്യത്തിനൊപ്പം തന്നെ പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന പാർട്ടി ബന്ധുക്കൾ എന്ന് പറയുന്ന ആളുകളുടെ വോട്ട് പാർട്ടിക്ക് നഷ്ടമായി എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ കൃത്യമായും പാർട്ടിക്കകത്തേക്ക്, അല്ലെങ്കിൽ പാർട്ടി വളരെ ചുരുങ്ങിയ സമയം ഈ 3 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി അവശേഷിക്കുന്ന 3 മാസത്തിനുള്ളിൽ കൃത്യമായ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ മാത്രമേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നേതൃയോഗങ്ങൾ ഇത്ര വേഗം എളുപ്പത്തിൽ തുടങ്ങുവാൻ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാളിദാസ്. യെസ്, അതുതന്നെയാണ് അടിപതറിയതിൻ്റെ കാരണം കൃത്യമായി കണ്ടുപിടിച്ച് സൂക്ഷ്മ പരിശോധന പല നേതാക്കളും സൂചിപ്പിച്ച പോലെ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ച് അതിനുള്ള കൃത്യമായ കാരണം കണ്ടെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ ഒരു പതർച്ചയില്ലാതെ മികച്ച രീതിയിൽ സംഘടനാ പ്രവർത്തനവുമായി പ്രചരണവുമായി മുന്നോട്ടെത്തുക. തുടർ ഭരണം എന്നുള്ള ആ ഒരു പ്രഖ്യാപനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതീക്ഷകൾക്കൊക്കെ വീണ്ടും ജീവനേകുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയൊരു ചർച്ച CPIM-നുള്ളിൽ, ഇടതുപക്ഷത്തിനുള്ളിൽ നടക്കാനിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. ഡി ബിനോയിയാണ് വിവരങ്ങൾ നൽകിയത്.